കാറുകളൊക്കെ 120 130 മത്സരം കേട്ടോ. എന്നെക്കാട്ടി സ്പീഡിൽ ഓൻ പോയോ, ഓനെ ഞാൻ പൊട്ടിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് പൂളാടിക്കുന്ന കേട്ടോ. അടിക്കുന്ന അപ്ഡേഷൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റി. എഞ്ചിനീയറോടൊക്കെ ചോദിച്ചു, അവരുടെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ചോദിക്കാതെ നമ്മൾ വീഡിയോ എടുത്തുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഒക്കെ അവരോട് ചോദിച്ചു. സംഭവം നമ്മളെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന അപ്രോച്ച് റോഡിൻ്റെ CTSP അങ്ങനെയുള്ള മിക്സിംഗ് ഒക്കെ ഇട്ട് അവർ ലൈനിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഡബിൾ ടാറിങ്ങിനുള്ള തയ്യാറായിട്ടുള്ള അത് ചെയ്തിട്ടില്ല കേട്ടോ. 2 ഭാഗവും ടാറിങ് ചെയ്യാണ്ട് ഇതിൻ്റെ വർക്കുകളൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ബാക്കിയുള്ള നമ്മളെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ഫുള്ള് ടാറിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്രോച്ച് റോഡും ബ്രിഡ്ജും തമ്മിൽ ജോയിൻ്റ് ആക്കുന്ന ജോലികളൊക്കെ കഴിഞ്ഞിട്ടോ. കോൺക്രീറ്റ് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡ് ലെവലിങ് ഒക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി വർക്ക് ഉണ്ടാവും, ലൈറ്റൊക്കെ അവിടെ ഫിക്സിങ് ഉള്ളോ. ചിലപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തിട്ടായിരിക്കും. അവിടെ ജോയിൻറ്റ് ഏകദേശം ഒരു 5 മീറ്റർ വീതിയിലുള്ള ഒരു ജോയിൻറ്റ് കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഇതിൻ്റെ അടിയിൽ ഉള്ള RE ബ്ലോക്കിൻ്റെ വർക്കാട്ടോ അല്ലേ. RE ബ്ലോക്ക് തന്നെ. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷായി ഒക്കെ കഴിഞ്ഞു. ആ അപ്രോച്ച് റോഡിൻ്റെ ക്രാഷ് ബരിയറൊക്കെ റെഡിമെയ്ഡാണ്. അതൊക്കെ എടുത്തു വെച്ചു. ഫിനിഷിങ് എല്ലാം സെറ്റ്. ഇനി ടാറിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ. ഈ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡ്, ആ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് നമ്മുടെ ഈ ജോയിൻറ്റ് ക്രാഷ് ബരിയർ ഒന്ന് ജോയിൻറ്റ് ചെയ്യാണ്ട് ഡിവൈഡർ പിന്നെ റെഡിമെയ്ഡ് ആയിരിക്കും, എടുത്തു വെക്കാനുണ്ടാവുള്ളൂ. സെൻറ്ററിങ് അടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത ഡിവൈഡറാട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ലെവലും ഉണ്ട് കാണാൻ അല്ലേ. ഇത് ഡബിൾ ടാറിങ് കഴിഞ്ഞു. കഴിഞ്ഞല്ലോ, ഫുള്ള് കഴിഞ്ഞു. ഇപ്പോൾ പാലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങട്ടുള്ളൊരു പാലാട്ടത്. ഈ ഫ്ലൈ ഓവർ അത്യാവശ്യം നമ്മളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ഏകദേശം ദൂരം എത്ര ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ആ അപ്രോച്ച് റോഡ് അവസാനിക്കുമ്പോഴേക്കും എങ്ങനെയായാലും 1 കിലോമീറ്റർ ദൂരം എന്തായാലും ഉണ്ടാവും കേട്ടോ. റോഡിൻ്റെ വർക്ക് ഉണ്ടല്ലേ, സസ്പെൻഷൻ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞു. ആ ഭാഗത്ത് ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. ലൈറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ സൈഡ് അതുപോലെ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ നടക്കാണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിങ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്രോച്ച് റോഡ് കുറച്ച് അങ്ങോട്ട് പോരുന്നുണ്ട്. ലാസ്റ്റിലേക്ക് ലൈനിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഡിവൈഡറൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ഫുള്ള് ക്രാഷ് ബരിയറിൻ്റെ മുകളിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്യാംസി പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പണിക്കാർ കുറച്ച് കുറവാട്ടോ. എന്തായാലും മെയ് ലാസ്റ്റിലേക്ക് ഫിനിഷിങ് എന്ന ഒരു വാർത്ത അത് സാധ്യമാവട്ടെ. നമുക്ക് പൂളാടിക്കുന്ന് മുതൽ നമ്മുടെ മാളിക്കടവ് വരെയുള്ള കാഴ്ചകൾ മൊത്തം ഒന്ന് കണ്ടാളോ കേട്ടോ. താഴത്ത് കൂടെയുള്ള കാഴ്ചകൾ, മോളിൽ നിന്നുള്ള കാഴ്ച എടുക്കാനുള്ള മെഷീനറിൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ താഴത്ത് കൂടെയുള്ള കാഴ്ചകളൊന്ന് കണ്ടാളാം. ഓൺ ദ വോയിസ് കേട്ടോ. പിന്നീട് വോയിസ് എന്ന് നമുക്ക് അറിയില്ല, എന്താ അറിയില്ല. അതുകൊണ്ട് ഓൺ ദ വോയിസിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അങ്ങനെ വിടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞില്ല ആദ്യം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.
അപ്പോൾ ഇവിടെ ഉള്ള ക്രാഷ് ബാരിയർ ഡിവൈഡറിൻ്റെ വർക്ക് മൊത്തം വർക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി സെൻറ്ററിൽ നമ്മുടെ സിഗ്നൽ ഇത് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, നെയിം ബോർഡുകൾ. ബാക്കി എല്ലാ വർക്കും ഇവിടെ ഫിനിഷിംഗ് ആണ് കണ്ടിട്ട് കേട്ടോ. നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഡിവൈഡർ ക്രാഷ് ബാരിയറൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞു, സെറ്റ്. ലൈൻ മാർക്കിങ്, ഇതാണ് ബ്രോക്കൺ ലൈൻ കേട്ടോ. ഇതൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ ലൈനാണ്. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ വിട്ടുള്ള ലൈനുകൾ, ഈ ലൈന് മാർക്കിങ്, അതായത് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റിയ ലൈനാണിത്. ഇതിൻ്റെ പേരാണ് ബ്രോക്കൺ ലൈൻ എന്നാണ് ഇതിന് പറയാം. പിന്നെ അതുകൂടാതെ നമ്മുടെ 3 ലൈൻ ഉണ്ടല്ലോ, ഞാൻ പോകുന്ന ഈ ലൈൻ, ഫസ്റ്റ് ലൈൻ ഇടത്ത് ഭാഗത്ത്, അത് സ്ലോ വാഹനങ്ങൾക്ക് ഹെവി വാഹനങ്ങൾക്കും പോകാനുള്ള ലൈനാട്ടോ, സ്ലോയിൽ പോകുന്നത്. പിന്നെ സെക്കൻഡ് ലൈന് അതിൽ നിന്ന് ഫാസ്റ്റായിട്ട് പോകുന്ന വാഹനങ്ങൾ, അതായത് കാറുകൾ അങ്ങനെയുള്ള വാഹനങ്ങൾ പോകുന്നതാണ്. 3ാമത്തെ ലൈന് ആരും അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ആ ലൈന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി വാഹനങ്ങൾക്കുള്ള ലൈനാണ്. പക്ഷേ നമ്മുടെ 2ാമത്തെ ലൈനിൽ പോകുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം. പക്ഷെ ആ ലൈനിലേക്ക് അങ്ങനെ കയറി ഇങ്ങനെ ലൈൻ എങ്ങനെ ഓട്ടിപ്പോകാൻ പറ്റില്ല എന്നാണ് നിയമം. അപ്പം നമ്മൾ അതിനനുസരിച്ച് വാഹനം ഓടിക്കുക. 2ാമത്തെ ലൈന് സ്പീഡ് പോകുന്ന വാഹനങ്ങൾ ക്രോസ് ചെയ്യാൻ, അവരെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലൈനാണ്. അപ്പം 3 ലൈനിനെ പറ്റി നിങ്ങൾ പഠിച്ചില്ലേ കേട്ടോ. ഇപ്പം നമ്മളിവിടെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല, പുതിയ റോഡായതുകൊണ്ടും അറിയില്ല, ലോഡ് വണ്ടികളൊക്കെ ഇപ്പം സെൻട്രൽ ലൈൻ കൂടി കേട്ടോ പോകുന്നത്. ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് ഒരു ഭാഗത്തു കൂടി ആയതുകൊണ്ട് മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ ലൈറ്റ് മാളിൻ്റെ അവിടെയൊക്കെ ലോഡുള്ള വാഹനങ്ങൾ സെൻട്രൽ ഭാഗത്തു കൂടി പോകുന്നുണ്ട്. 2 ഭാഗത്തുകൂടി സ്പീഡ് വാഹനങ്ങൾ കാറിൻ്റെ അപ്പുറത്തു കൂടി ബൈക്ക് ഇപ്പുറത്തു കൂടിയൊക്കെ ആയിട്ട് ഓലെ 2 ഭാഗത്തു കൂടി ഒരുമിച്ച് ഓവർടേക്ക് വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹെവി വാഹനങ്ങൾ ഈ ഫസ്റ്റ് ലൈനിൽ കൂടി പോകണം എന്നാണ്. ഇതിപ്പോൾ ഞാൻ ഗൂഗിളിൽ മറ്റേ ഒരു പോലീസുകാരൻ പറയുന്നത് കേട്ടോ, MVDൻ്റെ ഒരു സാറ് പറയുന്നത് കേട്ടോ. അപ്പം അവർ പറഞ്ഞ കേട്ടാൽ നമുക്ക് ധൈര്യത്തിൽ പറയാലോ. അപ്പോൾ അതൊക്കെയാണ് ഈ റോഡിലെ നിയമങ്ങൾ. അപ്പോൾ അതൊക്കെ പാലിക്കട്ടോ. ഓവർ സ്പീഡിനൊക്കെ ഈ ക്യാമറകളുണ്ട്. നമ്മൾ വിചാരിച്ച മാതിരി കൊണ്ട് പോകാൻ പറ്റില്ല, എന്തായാലും ഫൈന് കൊടുക്കും. പിന്നെ ഫൈൻ അങ്ങോട്ട് വാങ്ങാൻ കിട്ടിക്കോട്ടെ എന്നുള്ള ലെവലിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ ശ്രദ്ധിക്കുക, വാഹനങ്ങൾ വളരെ സ്പീഡിൽ പോകുമ്പോൾ. ഇപ്പോൾ കാറുകളൊക്കെ 120, 130 മത്സരമാട്ടോ. എന്നെക്കാട്ടി സ്പീഡിലോൻ പോയോ, ഓനെ ഞാൻ പൊട്ടിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് മാളിക്കടവ് ഓവർപാസിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മാളിക്കടവ് ഓവർപാസും തുറന്നു കൊടുത്ത് ഇതിൻ്റെ മുമ്പ് വാഹനങ്ങൾ പോയത് ഞാൻ കാണിച്ചതാട്ടോ. അത് തുറന്നു കൊടുത്ത് കുറച്ചായി, പക്ഷേ ഫുൾ ടാറിങ് മൊത്തം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വന്ന് മാളിക്കടവിൻ്റെ മുകളിലെത്തി. എങ്ങനെയുണ്ട് നമ്മളെ ആറുവരിപ്പാത? അടിപൊളിയല്ലേ? ഈ ടാറിങ് കാണുന്ന ടാറിങ് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ട് ഇവിടെ പുതിയ ടാറിങ് കഴിഞ്ഞു. ഈ പെട്രോൾ പമ്പുകാർ ആളുകളൊന്നും ഇല്ല കേട്ടോ. പെട്രോൾ പമ്പിന് ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ചെയ്യണം, അത് പിന്നെ ആട്ടെ. ഇപ്പം നമ്മൾ ഓവർപാസിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമുക്ക് അവിടെ നിന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. ഇപ്പം മാളിക്കടവ് ഓവർപാസിൻ്റെ മുകളിൽ ഈ സൈഡ് സെക്കൻഡ് ടാറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. സെക്കൻഡ് ടാറിങ് ആയിട്ടില്ല, അത് പണ്ട് ചെയ്ത് വെച്ച 1 ടാറിങ് ആണ്. അവിടെ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ ടാറിങ് കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ആ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ടാറിങ് ഒക്കെ ചെയ്യാണ്ട് കേട്ടോ. ബൈക്കാരൻ അതിലേ പോകുന്നുണ്ടല്ലോ, പോകാൻ പറ്റുമോ? ആ ബൈക്കുകൾക്കൊക്കെ പോകാൻ തോന്നുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ എന്തൊക്കെ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരിവിടെ അടച്ചിട്ടത്.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഉഷാറായിട്ട് അങ്ങനെ ഓളത്തിൽ അങ്ങനെ വാഹനങ്ങൾ അവിടെ പോയിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ എന്തിനായിട്ട് പൊളിച്ചതാ? ഇവിടെ വേറെ എന്തിനോ ആയിട്ട് പൊളിച്ചതാണ്. ഇതാണ് ടാറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊളിക്കുമ്പോൾ സങ്കടം അല്ലേ, സങ്കടം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മാളിക്കടവ് പൂളാടിക്കുന്നിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള വർക്കുകൾ മൊത്തം ഫിനിഷിംഗ് ആണ്. ഇനിയിപ്പോൾ അതുപോലെ നമ്മുടെ മലപ്പുറം ഭാഗത്ത് ഇവിടെ ലൈറ്റുകളൊക്കെ തെളിയിച്ചു. കോഴിക്കോട് ഭാഗത്ത് ലൈറ്റുകൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്ന് രാത്രിയിൽ ഒരു വീഡിയോ എടുക്കണം. ലൈറ്റൊക്കെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ലൈറ്റൊക്കെ തെളിയിച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും രാത്രി വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാം. രാത്രി ഇങ്ങനെ ഇവിടെ ഇട്ടിക്കണം, ലൈറ്റ് ഇട്ടിക്കണോ പോയി നടക്കാൻ പറ്റില്ല. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മലപ്പുറം ഭാഗത്തേക്കൊരു വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.